916 സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അലിസൺ ഗോൾഡ് സൂക്ക്, AM മാർക്കറ്റ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. അരീക്കോട് 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച സഹപാഠിയും മറ്റു വിദ്യാർത്ഥികളും. മൂർക്കനാട് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ മുബീനെയാണ് വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ആക്രമിച്ചത്. പരിക്കേറ്റ മുബീൻ അരീക്കോട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്പോർട്സ് ക്യാമ്പ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ മുബീനെ സഹപാഠിയും ഇയാളുടെ സുഹൃത്തുക്കളായ വിദ്യാർത്ഥികളും ചേർന്ന് കൂട്ടിക്കൊണ്ടുപോയെന്നും തുടർന്ന് കല്ലുകൊണ്ട് തലയിൽ കുത്തിയെന്നും മർദ്ദിച്ചെന്നുമാണ് പരാതി. 6 മാസം മുമ്പ് സ്കൂളിൽ വെച്ച് മുബീനും സഹപാഠികളും തമ്മിൽ തർക്കമുണ്ടായിരുന്നതായും അധ്യാപകർ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിച്ചിരുന്നതായുമാണ് മുബീന്റെ ബന്ധുക്കൾ പറയുന്നത്. അന്ന് പകരം ചോദിക്കുമെന്ന് സഹപാഠി വെല്ലുവിളിച്ചിരുന്നതായും ഇയാളും മറ്റ് 6 വിദ്യാർത്ഥികളും ചേർന്നാണ് അക്രമം നടത്തിയതെന്നുമാണ് പരാതി. ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഞാനും വേറൊരുത്തനും ഇങ്ങനെ ചെറിയ വാക്തർക്കൊക്കെ ഉണ്ടായിട്ടായിനി. പിന്നെ സ്കൂൾക്കാർ അന്ന് തന്നെ ഇതാക്കി ഇട്ടതാ. പിന്നെ ഞാൻ സ്കൂളിന് സ്പോർട്സിന് ക്യാമ്പയിന് ഇന്നലെ വരുമ്പോ കുറച്ച് ചെക്കന്മാര് ഒരു 6 ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അടിച്ചതാ. ആദ്യം വേറെ സ്ഥലത്തേക്ക് വിളിച്ചു. അതിൽ ഞാൻ അങ്ങോട്ടൊന്നും ഇല്ല, ഞാൻ അതിൽ കൂടെ പോലെ പറഞ്ഞു. അപ്പോൾ ആളില്ലാത്ത സ്ഥലത്തെത്തിയപ്പോ കല്ലെടുത്ത് കിട്ടി. പിന്നെ തലമേലുണ്ട്, തലയിലേക്കില്ല, അങ്ങനെയൊക്കെ അടിച്ച് കുറെ ആൾക്കാർ ഒന്ന് അടിച്ചു. ഓല് പിന്നെ ചോരൊക്കെ ഒന്ന് ഇതായപ്പോ ഓല് തന്നെ മേം പോയി. ഇത് ഇപ്പം ഇവര് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 6 മാസം മുമ്പ് എന്താ ചെറിയൊരു പ്രശ്നം സ്കൂളിൽ ഉണ്ടായതിന്റെ പേരിലാണ് ഇപ്പൊ അതിന്റെ പക വെച്ചായിട്ടാണ് ചെക്കൻ ക്യാമ്പ് കഴിഞ്ഞ് വരുന്ന വെയ്ക്കുന്നവര് വരുത്തി കൊണ്ടുപോയി അടിക്കണേ. പിന്നെ നമുക്ക് ഇപ്പൊ അതെന്താ അറിയില്ല, അത് താമരശ്ശേരി ഷഹബാസിന്റെ അതേ ആവർത്തനാണ് ഇത് സംഭവിച്ചത്. അവര് കൊല്ലാനുള്ള ഇതിലെന്നേനി, ഒരു ശ്രമത്തിലെന്നേനി. എന്തോ ഒരു ഭാഗ്യത്തിന് അവൻ കഴിച്ചിലായി. ചെറിയ പരിക്കോടൊക്കെ ഇപ്പൊ കഴിച്ചിലായി. ഇത് നമ്മൾ ഇനി ഫുള്ള് അതിന്റെ കേസായിട്ട് നിയമ നടപടികൾക്ക് എന്ത് ഇത് വന്നാലും അതിന്റെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ തീരുമാനിച്ചത്. ഇനി അങ്ങനത്തെ ഒരു ആവർത്തിക്കരുതെന്നില്ല ഒരിതാണ് നമുക്കുള്ളത്. അതിനിടെ സംഭവത്തിന് ശേഷം മർദ്ദിച്ചവരിൽ ഒരാൾ മുബീന്റെ കണ്ണ് അടിച്ചു പൊളിച്ചതായി സുഹൃത്തിനോട് പറയുന്ന ശബ്ദ സന്ദേശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ മുബീന്റെ ബന്ധുക്കൾ അരീക്കോട് പോലീസിൽ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, അരീക്കോട്.